എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് വെട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, ഞങ്ങൾ പറമ്പിക്കുളത്താണ്. പറമ്പിക്കുളത്ത് ആദ്യം ഞങ്ങൾ ടിമ്പർ നൂക്കി പോയി നിന്നായിരുന്നു. അതിനുശേഷം വെട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റിലായിരുന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ട് ചാനലിൽ കയറി നോക്കുക. അപ്പോൾ ഇന്ന് ആ സാഡ് നിമിഷമായി ഗൈസ്. ഇവിടുന്ന് പറമ്പിക്കുളത്ത് നിന്ന് തിരിച്ച് ബാംഗ്ലൂർ പോകേണ്ട സമയമായി. അപ്പോൾ ഇന്നത്തെ പ്ലാനാണ് വെട്ടിക്കുന്ന് ഐലൻഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ബോട്ട് റാഫ്റ്റ് ചെയ്ത് പറമ്പിക്കുളം വഴി നമുക്ക് ബാംഗ്ലൂർ തിരിച്ചു പോകാം. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വിഷ്വൽസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പോരും, നമുക്ക് പോവാം പറമ്പിക്കുളത്തിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലേക്ക്. ബാ. അപ്പോൾ ഞങ്ങൾ ഇത് തിരിച്ചിറങ്ങുകയാണ്. ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് അവിടെ ആയിട്ടാണ് ബോട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ബോട്ട് ഇതാ താഴെ റെഡിയായി നിൽപ്പുണ്ട്. ആ ബോട്ടിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്നും ഇവിടെ ബുക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ parambikulam.org കയറി ഒന്ന് തപ്പി ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് പെട്ടെന്ന് ബുക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് മൊമെൻറ്റ് ചെക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. വെട്ടിക്കുന്ന് ഐലൻഡിനോട് ബൈ ബൈ പറയുകയാണ്. ബൈ ബൈ. ആ കാണുന്നതെല്ലാം ആക്ച്വലി മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. അതിൻ്റെ പേരാണ് റിവർ ടേൺ. ആർട്ടിക്കിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം. ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കരയിലെത്തി. ഇത് ആ സൈഡിലാണ്, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബാംബു റാഫ്റ്റിങ്ങിന് ഓപ്ഷനുണ്ട്. ഇപ്പോൾ സഫാരി എടുക്കില്ലേ, ആ സഫാരിയുടെ ഓപ്ഷനിൽ കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇവിടെ ബാംബു റാഫ്റ്റിങ്. ബോട്ട് തുഴഞ്ഞ് തിരിച്ചെത്തി. ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇനി റോഡ് വൈസ് ആണ് യാത്ര. എല്ലാവരോടും ടാറ്റ പറഞ്ഞ് നമുക്ക് അടുത്തവണ വരുമ്പോൾ കാണാം. ബൈ ബൈ. ഓ, അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ശരി കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു പാപ്പു വെട്ടിക്കുന്ന് ഐലൻഡ് സ്റ്റേ? एक्चुअली बहुत अच्छा है. पेरियार का स्टे सेम वॉच टावर, कौन सा था वो? एडापालयम वॉच टावर. पेरियार का एडापालयम वॉच टावर थोड़ा इंटेंस है. ओके, डीप जंगल फॉरेस्ट. लेकिन यहाँ का स्टे मेरे लिए अच्छा था. लाइक पीसफुल, सब कुछ साफ सुथरा, उतना ज़्यादा डेंस फॉरेस्ट नहीं है, बट आराम से आप जंगल वाइब्स एंजॉय कर सकते हैं. ഞങ്ങൾ ഇതിനു മുമ്പ് പെരിയാറിലെ എടപ്പാളയം വാച്ച് ടവറിൽ സ്റ്റേ എടുത്തായിരുന്നു. അപ്പോൾ അത്ര ഇൻറ്റൻസ് അല്ല ഈ സ്റ്റേ. ആക്ച്വലി എന്താ ജംഗിളിൻ്റെ അടുത്താണ്, ബട്ട് എന്താ സേഫ് ആണ്. കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി റൂമെല്ലാം നല്ല സ്പേഷ്യസ് ആണ്, കംഫർട്ടബിൾ ആണ്. ട്രെക്കിംഗ് എല്ലാം കുറച്ച് കുറവാണ്, അത്ര ഹാർഡ് ട്രെക്കിംഗ് അല്ല. ബേസിക് ബിഗിനേഴ്സ് ലെവൽ ട്രെക്കിംഗ് ആണ്. പക്ഷേ എടപ്പാളയം വാച്ച് ടവറിൽ കുറച്ച് മീഡിയം ലെവൽ ട്രെക്കിംഗ് ആയിരുന്നു. ഞങ്ങൾ നടന്ന് ഈ കാട്ടിനുള്ളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷ്വൽസ് എല്ലാം കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. കാരണം ആ വീഡിയോയിൽ ഞങ്ങൾ ഈ സ്റ്റേയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി നോക്കുക. ഇതിപ്പോൾ കയറ്റാണ് ഗൈസ്. ഇറങ്ങുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇറക്കമായിരുന്നു, അപ്പോൾ എളുപ്പമായിരുന്നു. ഇപ്പം തിരിച്ചു പോകുമ്പോൾ കയറ്റായി. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം സഫാരി വന്നപ്പോഴത്തേക്കും സർപ്പൻ്റ് ഈഗിളിനെ കണ്ടായിരുന്നു. ഇതേ സർപ്പൻ്റ് ഈഗിളാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ സർപ്പൻ്റ് ഈഗിൾ ഇന്നലെ ഒരു ലൈവ് ഹണ്ടിങ് ഞങ്ങൾ പോണ വഴി കണ്ടായിരുന്നു. ഏതോ ഒരു, എനിക്ക് തോന്നുന്നു കാട്ടുകോഴിയാണെന്ന്, അതിനെ പിടിച്ചുകൊണ്ട് പറക്കുകയായിരുന്നു. നമ്മളെ തന്നെയാണ് നോക്കുന്നത്. ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഇതാ വണ്ടിയുടെ അടുത്തെത്തി. ഇവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇതൊരു ഫോറസ്റ്റ് ഓഫീസാണ്. ഓക്കെ, ഇവിടെ തന്നെ മുന്നിൽ തന്നെ ആ കാണുന്നില്ലേ കവർ ചെയ്തിരിക്കുന്നത്, അതാണ് ഞങ്ങളുടെ വണ്ടി. അപ്പോൾ വണ്ടി സെറ്റായി. അപ്പോൾ നമുക്കിനി ഇതുവഴി മുന്നോട്ട് പോകണം. ആക്ച്വലി അവിടെ കുറേ ഷോപ്പിങ്ങിനായിട്ടുള്ള അഞ്ജലി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെപ്പർ, ഹണി ഇതൊക്കെ വാങ്ങണം. നമുക്ക് അതൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് പോവാം. പറമ്പിക്കുളം ടൗൺ ആണ്. ഓക്കെ, ആ മുന്നിൽ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പില്ലർ പോലെയുണ്ട്. നമ്മുടെ നാഷണൽ എംബ്ലം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെയും എന്താ പറയുക, ഈ സൈഡിലായിട്ടും ഒരു സ്റ്റാച്യു ഉണ്ട്. ഇത് സ്റ്റാച്യു ഓഫ് പ്രോഗ്രസ് എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. എഡ്യൂക്കേഷൻ ടോട്ടൽ ട്രൈബൽ ലിറ്ററസി ഡിക്ലറേഷൻ പറമ്പിക്കുളം, അൺവീൽഡ് ബൈ ശ്രീ നാലകത്ത് സൂപ്പി. ഹോട്ടൽ എവറസ്റ്റ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇന്നലെ ലഞ്ച് കഴിച്ചത്. അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ പോവാണ്. ഇവിടെ ഒരു ടീ സ്റ്റോൾ ഉണ്ട്. ഇവിടം വരെ വന്നിട്ട് ചായ കുടിക്കാതെ എങ്ങനെയാണ് പോകുന്നതെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് പോവാം. वो भी बात है.
ഇവിടെ പറമ്പിക്കുളത്തിൻ്റെ ഒരു കഫേയുണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് ചായ കുടിച്ച്. അതുപോലെ തന്നെ ഇവിടെയും പറമ്പിയാർ കഫേയുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രൈബൽ ഹെറിറ്റേജും ഉണ്ട്. അപ്പോൾ ട്രൈബൽസിനെല്ലാം ഇൻഫർമേഷൻസ് ഇവിടെ കിട്ടും. നമുക്ക് അവിടെ പോയി നോക്കാം. അതിൻ്റെ അവിടെയായിട്ട് തന്നെ ഒരു പീക്കോക്ക് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇരിക്കുകയാണത്. അപ്പോൾ ഇൻഫർമേഷൻ വായിക്കണമെന്നുള്ളവർക്ക് പോസ് ചെയ്ത് വായിക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഏരിയയിൽ ആക്ച്വലി ഡിഫറെൻറ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്. The anomalous, including Parambiculam and contiguous landscape of Neliyampathis, Malayattur, Sholayar and Munnar high ranges have 7 such social groups: Kadar, Malayan, Mannan, Orali, Malasar and Malasar. ഇവിടെ എല്ലാം ഇതുപോലെ ഇൻഫർമേഷൻസ് വച്ചിട്ടുണ്ട്. അവർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ എല്ലാം ഒരു ഡിപിക്ഷൻ ആൻഡ് സെയിം വേ അവരുടെ കുറച്ച് ആളുകളുടെ ഫോട്ടോസും വെച്ചിട്ടുണ്ട് ഇവിടെ. ദർ ഈസ് എവറി പോസിബിലിറ്റി ദാറ്റ് ദേ വെർ ആൻ എൻഡോഗാമസ് സെക്ഷൻ ഓഫ് ദ ന്യൂമറസ് കുറുംബ ഹു വൺസ് ഡോമിനേറ്റഡ് ദ സൗത്ത് ഓഫ് ഇന്ത്യ ടിൽ ദേ വെർ ബാനിഷ്ഡ് ടു ദ ഫോറസ്റ്റ് ഓഫ് ദ ചോള കിങ്സ്. Louis 1962. According to a story, they are the descendants of Shiva and Parvati when they were in the disguise of Kiratas or hunters. ഇവിടെയുള്ള ചേച്ചിമാർ പറയായിരുന്നു പണ്ട് ചേച്ചിയുടെ വീടെല്ലാം ഇതുപോലെയായിരുന്നു, ഈ ഒരു പാറ്റേണിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഈ ചേഞ്ചസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ടാർപോളിൻ ഒക്കെ യൂസ് ചെയ്തിട്ട് കാട്ടുകളങ്ങ് കുത്തിയെടുക്കുന്ന കോലുപടിയാണത്. ഓ ശരി ശരി. ഇങ്ങനത്തെ കളങ്ങാണ് നമ്മൾ കഴിക്കുക. ഇതാണ് ഇങ്ങനത്തെ കളങ്ങൾ തിന്നിട്ടാണ് നമ്മുടെ ജീവിതം ജീവിച്ചത്. ഇതെല്ലാം ഒരുതരം കിഴങ്ങാണ് ആക്ച്വലി. ഇങ്ങനെയാണ് ചുട്ട് തിന്നാൻ ഞങ്ങളെ. ഓ ശരി ശരി ശരി. ഞങ്ങളുടെ ജീവിതം മാർഗം ഇന്നും അങ്ങനെ തന്നെ. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ് ജീവിക്കാൻ. ഇപ്പോഴും ഞങ്ങൾക്ക് സമയം കിട്ടും. അങ്ങനെയാണ് തേനിൽ മുക്കിയിട്ട് തേനില്. ഇപ്പോൾ ഇത് കുറച്ച് ഡെവലപ്മെൻറ്റും മാറ്റങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ വീടൊക്കെ ഇപ്പോൾ ടാർപോളിൻ അതുപോലെ ഷെഡ് അങ്ങനെ ആ രീതിയിൽ മാറി. ബട്ട് എന്താ പറയുക കംഫർട്ടബിൾ ആയിരിക്കില്ല. മഴയൊക്കെ വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ എന്താ പറയുക സ്കീംസൊക്കെ ഉണ്ടെങ്കിലും ഗവൺമെൻറ് അത്ര എഫക്റ്റീവായിട്ട് നോക്കുന്നില്ല എന്ന് പറഞ്ഞത്. മാറ്റങ്ങൾ വരുമായിരിക്കും. ഈ മത്സരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാടർക്കുണ്ട് എല്ലാ മത്സരക്ക് മാത്രം. ഇപ്പൊ ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം ജീവിക്കേണ്ട നിലമ ഞങ്ങളെ ഈ മത്സരക്കാണ് സർ. ചേച്ചി വീട് വെച്ചിരിക്കുന്ന സ്ഥലമൊന്നും ചേച്ചിയുടെ വീട്ടിലല്ല. അതൊക്കെ ഞങ്ങൾ മരിക്കുന്നവരവിടെ ഇരിക്കാം. മക്കൾക്കും ആകില്ലല്ലോ. മക്കളെങ്ങനെ വന്ന് ജീവിക്കും? അവരൊക്കെ പഠിച്ചിട്ട് ആ പഠിപ്പ് അനുസരിച്ചുള്ള ജോലിയൊന്നും കിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു പഠിപ്പാണ്. 10ാം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും അറിയില്ല. ഹോസ്റ്റലിലെയാണ് ഒരു അത്രയ്ക്കൊരു പഠിപ്പറിവില്ല. ഏതെങ്കിലും ഒരു മക്കള് പഠിക്കും. എല്ലാ മക്കളും പഠിപ്പറിവില്ല. പഠിച്ചാലും വീട്ടിൽ തന്നെ വന്നിരിക്കുകയാണ് അവർ. ട്രൈബൽ ഹെറിറ്റേജ് ഞങ്ങളിതായി ഇപ്പോൾ ഇറങ്ങി. അടിപൊളി ഇൻഫർമേഷനാണ് കേട്ടോ. നിങ്ങൾ പറമ്പിക്കുളം വരികയാണെങ്കിൽ അതിൽ കയറി നോക്കുക. അനിമൽസ് കൂടാതെ ഇവിടെ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ട്രൈബൽസിനെ പറ്റി ഇൻഫർമേഷനൊക്കെ വേണ്ടേ, അതെല്ലാ ഇൻഫർമേഷൻസും അവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും കയറി നോക്കുക. അപ്പോൾ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ് കാട്ടിലൂടെ. ഇൻഫർമേഷൻ സെൻറ്റർ വരെ ഞങ്ങൾക്ക് പോകണം. ജംഗിൾ ഹെൻ ദേ പറന്നു 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് കാട്ടുകോഴി. വെട്ടിക്കുന്ന് ഐലൻഡിൽ നിന്ന് എന്താ പറയുക ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ നമുക്ക് ബോട്ടിലൂടെ വരണം. എന്നിട്ട് ബോട്ടിംഗ് പോയിന്റിലെത്തും. അവിടെ നിന്ന് 1 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വന്നാലാണ് നമ്മൾ കാർ പാർക്കിംഗ് ഏരിയ വരുന്നത്. അത് ബേസിക്കലി പറമ്പിക്കുളം ഗ്രൗണ്ടിന് അടുത്തായിട്ടാണ്. അവിടെ നിന്ന് ഓൾമോസ്റ്റ് 22 കിലോമീറ്റർ ഉണ്ട്. ആനപ്പാടി അല്ലേ ചേച്ചി? ആനപ്പാടി ഇൻഫർമേഷൻ സെന്റർ വരെ എത്താനായിട്ട്. അപ്പോൾ അവിടെയാണ് എൻഡിങ് പോയിന്റ്. അങ്ങോട്ട് പോകുന്ന ആ 22 കിലോമീറ്റേഴ്സിൽ അനിമൽസിനെ കാണാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ ഒത്തിരി വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്, ഡാം വ്യൂ പോയിന്റ്. എല്ലാവരും ഇവിടെ ഇറങ്ങി നിൽക്കൊണ്ട് ഡാമിന്റെ വ്യൂ എൻജോയ് ചെയ്യാനായിട്ട്.
ഈ കാഴ്ചകളെല്ലാം ആദ്യത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കുക. ഇൻഫർമേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് അതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. Oh my god. हाँ. അഞ്ജലി അപ്പോൾ സുവനിയർ ഷോപ്പിനകത്ത് എത്തി. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ആക്ച്വലി ഈ ട്രീ ഹൗസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഈ ടിമ്പർ നൂക്കിൽ നിന്നതാണ്. അപ്പം ഈ ഒരു ലുക്ക് അടിപൊളിയാണ് ആക്ച്വലി. അടുത്ത തവണ വരുമ്പോൾ നോക്കാം. ഇപ്പോൾ ഒരു എന്താ പറയുക, ഇനിയും സ്ഥലങ്ങൾ പോകാനുള്ളതുകൊണ്ട് ലഗേജ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് എടുത്തു, ബൈസൻ്റെ. അതും കൊള്ളായിരുന്നു. അപ്പോൾ എന്തെല്ലാം വാങ്ങിച്ചു അഞ്ജലി? Souvenir fridge magnet, pepper and agarbatti. अच्छा है. ഇൻഫർമേഷൻ സെൻറ്ററിന് അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്കപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് പോവാം. ലഞ്ചിന് വന്നതാണ്. റൈസ് എടുത്തു, പിന്നെ 2 സബ്ജിയുണ്ട്, പപ്പടമുണ്ട്. സിമ്പിൾ ലൈറ്റ് ഫുഡ് പറമ്പിക്കുളം റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിച്ചിട്ട് പോവാം. ഫിഷ് അടിപൊളി ഫ്രഷാണ്. ഇവിടുത്തെ ഡാമിലെ ഫിഷ് തന്നെയാണ്. അപ്പോൾ ഫിഷ് കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ നിങ്ങൾ മറക്കും. അത്രയും ഫ്രഷും ഒരു ടേസ്റ്റുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് മയിലിൻ്റെ കൂടെ, ലഞ്ച് കുരങ്ങന്മാരുടെ കൂടെ. അപ്പോൾ ലഞ്ച് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ പുറത്തിറങ്ങി. മീൻ പാർസൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ദേ ഒളിച്ച് കൊണ്ടുവരികയായിരുന്നു ഞങ്ങൾ കുരങ്ങന്മാർ കാണാതെ. അപ്പോൾ പോവാം. वो अंजलि के पास छुपा के दे दिया. गैंगस्टर के जैसा है. अगर कुछ भी खाना लेकर के निकले आपका हाथ चेक करता रहता है. कुछ भी खाना लेके आप होटल से बाहर नहीं निकल सकते हैं. ഞങ്ങൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി. ദേ പോകാനായിട്ടുള്ള വഴിയിലാണ്. അടുത്ത തവണ കാണുന്നവരെ ബൈ ബൈ. നിങ്ങൾക്ക് കാണാമായിരിക്കും മുന്നിൽ ഒത്തിരി ബേർഡ്സ് ഉണ്ട്. ഈ ബേർഡ്സിൻ്റെ പേരാണ് ഡയമണ്ട് ഡവ്. കണ്ടില്ലേ, അവിടെ ഒരു ആനപ്പേൻ്റെ ഉണ്ട്. അതിൻ്റെ അകത്തു നിന്നൊക്കെ എന്തൊക്കെയോ കുത്തിപ്പറക്കായിരുന്നു, ദൈവത്തിന് അറിയാം. അയ്യോ, ഇതിപ്പം आगे जाने दो. हाँ, लेफ्ट साइड है, लेफ्ट साइड है. ये लोग आगे जाने दो, देन हम लोग को इजी हो जाएगा. और ऐसे नहीं तो ये लोग उड़ ही नहीं रहा है. ये रोड साइड में ये लोग घूम रहा है. ഈ ബോർഡ് കണ്ടോ? ടോപ്പ് സ്ലിപ്പ് 1 കിലോമീറ്റർ ഇതുവഴി തന്നെയാണ് പോകേണ്ടത്. ഇതുവഴി നേരെ പോയി കഴിയുമ്പോൾ അണ്ണാമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് എത്തും. ഓക്കെ, അവിടെ നിന്ന് തന്നെയാണ് പോകേണ്ടത് ടോപ്പ് സ്ലിപ്പിലേക്ക്. ഈ കാണുന്നില്ലേ, ഇതാണ് ബാംബു റൈസ്. ഞാൻ ഇതിന് മുമ്പത്തെ 2 വീഡിയോയിലും പറഞ്ഞായിരുന്നു. ഇതാണ് ബാംബുവിൻ്റെ റൈസ്. ഇത് പ്രോസസ്സ് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ഇതിൻ്റെ പായസവും ചോറും ഒക്കെ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ ഇത് പ്രോസസ്സ് ചെയ്ത് ഇതിൻ്റെ റൈസ് എടുക്കാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷേ ഇത്രയും ഉണ്ട്. ഓക്കെ, 40 കൊല്ലത്തിൽ ഒരിക്കലാണ് ഇത് പൂക്കുന്നത്. काटपन्नी करेक्ट. बट तो हम लोग का झारखंड में ऐसे ही मिलता है. बट इधर आने के टाइम फॉरेस्ट बोर हो जाता है. വൈൽഡ് ബോർ. ഇവിടെ എലിഫന്റ് സഫാരിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കണ്ടിട്ട് ഇപ്പൊ തോന്നുന്നു ഇതെല്ലാം അടച്ചിരിക്കുകയാണെന്ന്. കണ്ടില്ലേ, എലിഫന്റ് സഫാരി, ടോപ്പ് സ്ലിപ്പ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം പൂട്ടിപ്പോയെന്നാ തോന്നുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ടോപ്പ് സ്ലിപ്പ്. ആക്ച്വലി ഇത് തമിഴ്നാടിൻ്റെ പോർഷനാണ്. ഇവിടെ സ്റ്റേ ഓപ്ഷനും ഉണ്ട്. കിടു കാഴ്ചയല്ലേ. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ക്വാർട്ടേഴ്സ്. ഈ കാണുന്ന ഫോറസ്റ്റ് ഇല്ലേ, ഇതെല്ലാം അണ്ണാമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ പാർട്ടാണ്. ഇനി കുറച്ച്
കുറച്ച് ദൂരം ഒരു 2-3 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെക്ക് പോസ്റ്റ് വരും, അണ്ണാമലൈ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സ്ലിപ്പ് ഞങ്ങൾക്ക് തന്നായിരുന്നു, 30 രൂപ ഫീ പേ ചെയ്തിട്ട്. പോകുമ്പോഴത്തേക്കും ആ സ്ലിപ്പ് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ച് ആ സ്ലിപ്പ് അകത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് അവർ ചോദിക്കുമെന്ന്. റൈറ്റ് സൈഡിൽ നല്ല വല്ല കൊക്കയാണ്. കൈവിട്ട പോയി ചേട്ടാ, താഴെ ചെന്നെത്തും. അപ്പോൾ ഈ കാണുന്നതാണ് അണ്ണാമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോയിന്റ്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങുകയാണ് അണ്ണാമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ നിന്ന്. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. അടുത്ത തവണ കാണാം. അപ്പോൾ അണ്ണാമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. നാട്ടിലെത്തി കാട്ടിൽ നിന്ന് ഹനാ ഗാവ് പൗഞ്ച് കിയ ഫോറസ്റ്റ്. ഈ രണ്ട് സൈഡിലും കാണുന്നത് ആക്ച്വലി ടാമറിൻ്റെ ആണ്. അപ്പോൾ ഞങ്ങളെ ഗൈഡ് എന്താ പറയുക, വെട്ടിക്കുന്ന് ഐലൻഡിൽ നിന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞായിരുന്നു ടാമറിൻ്റെ ആനയുടെ ഒരു ഫേവറേറ്റ് ഭക്ഷണമാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് എപ്പോഴും മൗണ്ടിൻ്റെ താഴെ നിന്ന് വരാറുണ്ട് ആനാന്ന്. ആനയ്ക്കും ഫേവറേറ്റ് ടാമറിൻ്റെ പുളി. बैम्बू भी तो फेवरेट है. ബാംബു ഫേവറേറ്റ് ആണ്. ബട്ട് പുളിയല്ലേ, പൊളിയല്ലേ. ഞങ്ങളിപ്പോൾ പൊള്ളാച്ചി എത്തി. ഇതാണ് പൊള്ളാച്ചി. ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പൊള്ളാച്ചിയിൽ വരുന്നത്. ഫസ്റ്റ് ടൈം പൊള്ളാച്ചി വരുന്നത് നമ്മൾ. ഈ സിഗ്നലിൽ ലെഫ്റ്റ് എടുത്ത പാലക്കാട് പോവും, റൈറ്റ് എടുത്ത് അവിനാശി, ധരപുരം അവിടെയൊക്കെ പോവും. ഓ, പളനി റൈറ്റ് ആയിരുന്നു. നമ്മൾ വന്ന വഴി പളനിയായിരുന്നു, പളനിക്ക് പോകുന്ന വഴിയായിരുന്നു. കൊള്ളാമല്ലേ? തമിഴ്നാട്ടിൽ ഞങ്ങൾ ഒത്തിരി കറങ്ങിയിട്ടുണ്ട്. ഇനി കറങ്ങാൻ സ്ഥലങ്ങളൊന്നുമില്ല. ഒരു സീരീസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടില്. അപ്പോൾ ആ സീരീസ് കാണാത്തവർ പോയി ഉറപ്പായിട്ടും കാണുക. മധുരൈ, കന്യാകുമാരി, രാമേശ്വരം, ധനുഷ്കോടി ഇതെല്ലാം കവർ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ. ചെന്നൈ എല്ലായിടത്തും പോയി. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ദാ പൊള്ളാച്ചിയും എത്തി. പക്ഷെ പൊള്ളാച്ചി ഒന്നും കാണാൻ പോയില്ല ഗൈസ്. ബേസിക്കലി പൊള്ളാച്ചി ക്രോസ് ചെയ്ത് പോവാണ് ഞങ്ങൾ. അങ്ങനെ പൊള്ളാച്ചിയിൽ ഞങ്ങളെ ഫേവറേറ്റ് സ്പോട്ടിലെത്തി, ജിയോ സ്റ്റോറിൽ. ഇപ്പോൾ 2 കോഫി വാങ്ങിച്ചു. പിന്നെ മാഗി പറഞ്ഞു അല്ലേ അഞ്ജലി? മാഗി മസാല മാഗിയാ പ്ലെയിൻ മാഗിയാ? മസാല മാഗി പറഞ്ഞു. പിന്നെ രണ്ടും കഴിച്ചിട്ട് പിന്നെയും ജേണി കണ്ടിന്യൂ ചെയ്യാം. ജിയോ പെട്രോൾ പമ്പിൽ വന്നു. പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പെട്രോൾ പമ്പ് വർക്കാവുന്നില്ല. അപ്പോൾ 2 ചായ കുടിച്ചു, മാഗി കഴിച്ചു, പിന്നെ ഒരു കുന്നിടക്കിന് സ്നാക്സ് വാങ്ങിച്ചു. അപ്പോൾ തിരിച്ച് വീണ്ടും ബാംഗ്ലൂരിലേക്ക്. ഈ പോകുന്ന വണ്ടി കണ്ടോ മുന്നിൽ? ഇത് വിൻറ്റേജ് വണ്ടിയാണ്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. അറിയാവുന്നവർക്ക് കമന്റ് ചെയ്ത് പറയാം. നമ്പർ പ്ലേറ്റ് MDY528. നമ്മുടെ കൊച്ചി രാജാവില് ജഗതി ഓട്ടിച്ച വണ്ടിയാണിത്. അതുപോലെ ഇപ്പോഴും പോകുന്നത്.